പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനക ആദ്യമായിട്ടാണ് ആദർശിനോട് ഇത്തിരി വിഷമത്തോടെയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ മോൾക്ക് ഒരു തരി സ്നേഹം പോലും കിട്ടിയിട്ടില്ല. എന്നിട്ടും ബ്ലഡും കൊടുത്ത് ഇപ്പോൾ കരളും കൊടുക്കണ്. ഇനിയും ജീവൻ വേണമെങ്കിലും എൻ്റെ മോൾക്ക് കൊടുക്കും. എന്തായാലും ഞാൻ അനന്തപുരി തറവാട്ടിലേക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഇല്ലാണ്ട് എൻ്റെ മോളെ വിടില്ല എന്ന് പറഞ്ഞ് കനക ഇങ്ങനെ പറയുന്നത്. ആദർശിനാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. എല്ലാം സത്യമാണ്. അതുകൊണ്ട് എന്നെ ഒന്നും പറയാൻ പറ്റില്ല. സോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് നാളെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവളെന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആദർശിനെ സമാധാനിപ്പിക്കുന്നത്. അതിന് ശേഷം പറയുന്നുണ്ട്, ഞാൻ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ആദർശ് വീട്ടിലേക്ക് പോകും. കനകയും മോളും നന്ദുവും കൂടി നമ്മുടെ നയനനെ കാണാൻ കയറും. നയന കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ആദർശേട്ടൻ എന്തെന്ന് ചോദിക്കുമ്പോൾ പുറത്തുണ്ടെന്നാണ് പറയുക. ആദർശേട്ടൻ വന്നിരുന്നു. അപ്പോൾ കണ്ണ് തുറന്നിട്ടുണ്ടായില്ല ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ, ഞാനിപ്പോൾ കണ്ണ് തുറന്നെന്ന് ആദർശേട്ടനോട് പറഞ്ഞോളൂ എന്ന് പറയും. അച്ഛനോട് ഈ വിവരം പറഞ്ഞ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഇല്ല മോളേന്ന് പറയും. എന്നാൽ പറയണ്ട അമ്മേ, ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം. അതിന് ശേഷം എല്ലാം മാറിയതിന് ശേഷം അനന്തപുരിയിലേക്ക് ഉള്ളൂ എന്ന് പറയും. അത് മതി എന്ന് പറയും. പിന്നെ അമ്മയും മോളും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കരയിനെ കണ്ടപ്പോൾ നല്ല ധൈര്യമുള്ള ആളല്ലേ നന്ദുട്ടാ നീ, എന്നിട്ട് നീ എന്തിനാണ് മോളെ ഇങ്ങനെ വിഷമിക്കുന്നത്? ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അനന്തമൂർത്തി സാറിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് നമ്മുടെ ആദർശ്. അവിടെ എത്തുമ്പോൾ എന്താ മോനെ, മോൻ്റെ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, അമ്മയ്ക്ക് ഇത്തിരി കൂടുതലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കുഴപ്പമില്ല മുത്തച്ഛ, അമ്മയുടെ സർജറി ഇപ്പോൾ നടക്കുമല്ലോ, അതിൻ്റെ ഒരു വിഷമമെന്ന് പറയും. പിന്നെ കരൾ തന്ന ആൾ ആ പെൺകുട്ടീനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, കണ്ടു, ആളുടെ ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ എന്ന് പറയും. ആളെ ഞാൻ കയറി കണ്ടിട്ടുണ്ട് വരുന്ന മുത്തച്ഛ എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഇത്രയും ചെറിയ പ്രായത്തിൽ കരൾ തരാമെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരുപാട് സാമ്പത്തിക സ്ഥിതി മോശമായതായിരിക്കും, അല്ലെങ്കിൽ അത്രയും കരുണയുള്ള മനസ്സുള്ളതായിരിക്കും. എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല, എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ആദർശം വല്ലാതെ ഒന്ന് പരുങ്ങുന്നുണ്ട്. എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം മുത്തശ്ശ, അമ്മയ്ക്കും നയനയ്ക്കും വേണ്ടി ശയനപ്രദക്ഷിണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ, അതിന് നയനമോൾക്ക് എന്താ കുഴപ്പമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അല്ല അതല്ല, അവർ രണ്ടുപേരും തമ്മിലുള്ള വഴക്കൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് നയന അമ്മയും തമ്മിലുള്ള അകലം കൂടുതലെന്ന് പറഞ്ഞപ്പോൾ, അതിന് മോൻ്റെ ഭാര്യ മോൻ്റെ അമ്മനായിട്ട് അകലം കൂടുന്നില്ലല്ലോ, മോൻ്റെ അമ്മയല്ലേ മോൻ്റെ ഭാര്യയായിട്ട് അകലം കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ, അത് മുത്തശ്ശി അതാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ, ഒരു കണക്കിന് ദൈവം ശിക്ഷിച്ച് തന്നെയാവുള്ളൂ ദേവയാനിനെ ഈ അവസ്ഥയിലും ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത്. അത്രയ്ക്കും ക്രൂരതകളാണ് മോൻ്റെ ഭാര്യയോട് ചെയ്യണേന്ന് പറയും. അതൊക്കെ പോട്ടെ, മോനുണ്ടല്ലോ അത് മതി, അവൾക്ക് കൂട്ടുന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതിന് ശേഷം വേണുവിനെയും മോളെയും ഭാര്യനെയാണ് കാണിക്കുന്നത്. ദേവയാനിക്ക് കരൾ മാറ്റി വെച്ചാലും വലിയ രക്ഷയൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കരൾ മാറ്റി വയ്ക്കുന്ന ആൾക്ക് ഒന്നും വേണ്ടാന്നാണ് പറയുന്നത്. 23 വയസ്സായ പെൺകുട്ടി എന്നാണ് പറയണേ. കാശ് വേണ്ടാന്ന് പറഞ്ഞാലും ഒരു കോടി രൂപയെങ്കിലും ആ പെണ്ണ് മേടിച്ചിട്ടുണ്ടാവും. ഇത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും പറയാത്തതെന്ന് പറയും. 1000 കോടി ആസ്തിയുള്ള ആൾക്കാർക്ക് 1 കോടി പോയാൽ എന്താ കുഴപ്പമെന്ന് അനാമികയും പറയും. അതാണ് പറഞ്ഞത്, 1 കോടിയിൽ 50 ലക്ഷമെങ്കിലും നമുക്ക് കിട്ടിയാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീരും. അതുകൊണ്ടാണ് പറയുന്നത്, നീ എങ്ങനെയെങ്കിലും അതിനായിട്ട് ഒത്തുപോകാൻ. അവനൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള സ്വത്ത് അവർ തരാണ്ടിരിക്കില്ല. തന്നില്ലെങ്കിൽ നമുക്ക് മേടിച്ചെടുക്കാമല്ലോ എന്നറിയും. കല്യാണത്തിന് മുന്നേ അനിയുടെ പിന്നാലെ നടന്ന് അനിനെ കല്യാണം കഴിച്ച താല്പര്യമൊന്നും നിനക്കിപ്പോൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അതിനെല്ലാം കാരണക്കാരി അവളാണ്. ഇപ്പോഴും അവളാണ് അവൻ്റെ മനസ്സിൽ നിന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കുഞ്ഞിന് വേണ്ടിയൊന്നും ഞാൻ അവൻ്റെ കാല് പിടിക്കാനൊന്നും പോകുന്നില്ല, പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനാമിക എഴുന്നേറ്റ് പോകും. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ദേവയാനി രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ല എന്ന് ഉറപ്പ്. അയ്യോ അങ്ങനെ പറയല്ല ചേട്ടാന്ന് പറയും. ദേവയാനിന് മോൾക്ക് അവിടെ ആകെയുള്ളൊരു ബലം എന്ന് പറയുമ്പോൾ, ദേവയാനി വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ മോളെ വിളിക്കാൻ വരും. ഇപ്പോൾ അവളെ എന്തായാലും അങ്ങോട്ട് പറഞ്ഞയച്ചാൽ അതിനിടക്കം കരൾ കൊടുക്കാൻ പറയും. അതുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ച് നിർത്തുന്നതൊക്കെ പറഞ്ഞ് ആ സ്വാർത്ഥമായ അച്ഛനും അമ്മയും അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇതിന് ശേഷം നന്ദുവും അതുപോലെ തന്നെ കനകയും വീണ്ടും ദേവയാനിൻ്റെ മുന്നിലേക്ക് ചെല്ലണ്. അപ്പോൾ പറയുന്നത്, എൻ്റെ മനസ്സ് വേദനിപ്പിക്കാനും മനഃപൂർവ്വം നിങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ, അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞാലോ, പ്രത്യേകിച്ച് നിന്നേന്ന് നന്ദുവിനോട് പറയുന്നു. എൻ്റെ അനിമോൻ്റെ ജീവിതം നശിപ്പിക്കാൻ വരില്ല, എൻ്റെ അനാമിക മോളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നീ കാരണക്കാരിയല്ലേ എന്നൊക്കെ ചോദിച്ച് ഓരോന്ന് പറയുന്നു. നിൻ്റെ ചേച്ചിനെ വെറുക്കണേക്കാളും കൂടുതൽ ഇപ്പം ഞാൻ നിന്നെയാണ് വെറുക്കണേന്നൊക്കെ പറഞ്ഞ്, ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയില്ല ദേവയാനി എന്ന് കനക പറയുമ്പോൾ, ഏത് സമയത്ത്, അല്ലെങ്കിൽ തന്നെ ബ്ലഡ് തരാനും കരൾ തരാനും അനാമിക മോൾ തയ്യാറായിരുന്നു. വേറെ ആളെ കിട്ടിയത് കൊണ്ടാണ് മോള് വേണ്ടാന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കല്ലാണ്ട് നന്ദു ഒന്നും പറയില്ല. പിന്നെയും ഒരുപാട് കുറ്റങ്ങൾ ഇങ്ങനെ നയനനെയും നന്ദുവിനെയും അതുപോലെ തന്നെ നവ്യനെയും ഒക്കെ പറയുന്നത് കേട്ട് അമ്മയും മോളും വിഷമത്തോടെ ഇങ്ങനെ നിൽക്കും. അതിനുശേഷം
എന്തായാലും ഓപ്പറേഷത്തിന് കൊണ്ടുപോകല്ലേ ദേവയാനി, അത് കാരണം കൊണ്ടൊന്ന് വന്നതെന്ന് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് ആ അമ്മയും മോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങും. അത് ഇറങ്ങണ ആദർശിൻ്റെ മുന്നിലേക്കിന്. അങ്ങനെ ആദർശിൻ്റെ തീ ചെല്ലുമ്പോൾ ആദർശിനോട് പറയും, കരയുന്നുണ്ട്. പറയും, നയന മോൾ കണ്ണ് തുറന്ന് മോനെ അന്വേഷിച്ചു എന്ന് പറയും. നിങ്ങൾ ഇപ്പോൾ എവിടേക്കാണ് പോയെന്ന് വെച്ചപ്പോൾ മോൻ്റെ അമ്മനെ കാണാൻ പോയാണ്, ഈ സമയത്തും എൻ്റെ മോളെ കുറ്റങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, അതറിയാലോ അമ്മേ, പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോയത്, ആ സ്വഭാവത്തിന് പെട്ടെന്നൊന്നും മാറ്റം വരില്ല, പ്രത്യേകിച്ച് നയനയുടെ ഔദാര്യമാണ് സ്വീകരിച്ചതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ക്ഷമിക്കുക പോലില്ല. ഇതൊന്നും കഴിയാണ്ട് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥയിലാണ് ഞാനും അച്ഛനും. അതുകൊണ്ട് തന്നെ ഇപ്പം അമ്മ പറയുന്നതൊക്കെ കേട്ടിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അമ്മനോട് ഇപ്പോൾ ഒന്നും അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞതെന്ന് പറയും. എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറയും. അച്ഛനെ വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇടയ്ക്ക് വിളിച്ചിരുന്നു, ദേവയാനിയുടെ ഓപ്പറേഷൻ കാരണം നയന അവിടെ ഇവിടെയൊക്കെ നടക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ അറിയില്ലേന്ന് ചോദിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ അറിയട്ടെ, എന്തായാലും നിങ്ങളാരും നിർബന്ധിച്ചിട്ടല്ലല്ലോ മോനെ, അതുകൊണ്ട് നിങ്ങളോടൊരു വെറുപ്പുണ്ടാവില്ല അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ ആസ്പത്രിക്ക് കയറി വരുമോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, കയറി വന്നാൽ ചേച്ചി അനന്തപുരി തറവാട്ടിലേക്ക് പോയി എന്ന് പറയാം. എന്തായാലും ചേച്ചീനെ അവിടെ പോയി കാണാനൊന്നും അച്ഛൻ കൂട്ടാക്കൂല എന്ന് നന്ദുവും പറയും. ശരിയെന്ന് പറഞ്ഞ് ഞാനൊന്ന് നയനനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആദർശ് വേഗം നയനനെ കാണാൻ പോകുന്നുണ്ട്. അവിടെ ചെന്ന് അവൻ്റെ കൈയൊക്കെ എടുത്ത് പിടിക്കും. ആ സമയത്ത് നയന കണ്ണ് തുറക്കും. കണ്ണ് തുറക്കുമ്പോൾ ആദർശിനെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ പറഞ്ഞതല്ലേ ആദർശേട്ടാ, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ, അത് എന്താ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, അത് ധരിപ്പിച്ചിട്ടും ബോധം കെടുത്തിട്ടൊക്കെ അല്ലേ നയന അത് ചെയ്തത്, അതുകൊണ്ടാണ് നീ ഒന്നും അറിയാഞ്ഞെന്ന് പറയും. പിന്നെ എന്തിനാ അങ്ങനെ എന്നെ നോക്കി വിഷമിക്കണേ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇതിനൊക്കെ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും നീ ഒരു കാര്യം കുറിച്ച് വെച്ച മനസ്സിൽ, ജീവിതകാലം മുഴുവനും ഇനി നിൻ്റെ ദാസനായിരിക്കും ഞാൻ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുന്നൊരു ഭർത്താവായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയൊന്നും വേണ്ട, അനുസരിക്കുന്നൊരു ഭർത്താവണ്ട, ഭാര്യ പറഞ്ഞനുസരിക്കുന്നൊരു ഭർത്താവണ്ട, ഞാൻ നല്ലൊരു ഭാര്യയാവാം, എനിക്ക് നല്ലൊരു ഭർത്താവായാൽ മാത്രം മതി ആദർശേട്ടെന്ന് പറയും. എന്തായാലും ആദർശിന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു നയനോട്. അതൊക്കെ ഇങ്ങനെ ഓരോന്ന് നീ അധികം സംസാരിക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ജീവിതകാലം മുഴുവനും നീ എൻ്റെ കൂടെ തന്നെ ആയിരിക്കുമെന്ന് ആദർശ് നയനയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് കൈ പിടിച്ചുകൊണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.